السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولتلامذتنا ولجميع المؤمنين والمؤمنات. ത്വലാഖിൻ്റെ കിനായത്തിൻ്റെ പദം അല്ലെങ്കിൽ സ്വരീഹായ പദം എഴുതിയതുകൊണ്ട് മാത്രം തലാഖ് സംഭവിക്കുകയില്ല. ഇപ്പം എൻ്റെ മുന്നിൽ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. കോടതിയിൽ കേസായി, തലാഖ് കോടതി മുമ്പാകെ എഴുതി രേഖപ്പെടുത്തി, ആ പെണ്ണ് മറ്റൊരു വിവാഹം കഴിച്ചു. ഇപ്പോൾ നേരത്തെ ഭർത്താവ് പറയണം, ഞാൻ എഴുതിയിട്ടേ ഉള്ളൂ, ഉച്ചരിച്ചിട്ടില്ല എന്ന്. രണ്ടാമത്തെ വിവാഹം അസാധുവാകും എന്നല്ലേ ഇപ്പം അതിൻ്റെ നിയമം? അതെ, നമ്മൾ ശ്രദ്ധിക്കണം. നിക്കാഹ് എഴുതുമ്പം പറയിപ്പിക്കണം. അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടിയാണോ എഴുതുന്നതെന്ന് ചോദിച്ചിട്ട് അയാൾ പറയണം ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കത്തബ സ്വരീഹ തലാഖിനോ കിനായത്തഹു, തലാഖിൻ്റെ സ്വരീഹ് അല്ലെങ്കിൽ കിനായത്ത് എഴുതി. വലം യൻവി ഈഖാ തലാഖി, തലാഖ് ഉണ്ടാക്കണമെന്ന് അയാൾ കരുതിയില്ലെങ്കിൽ ഫലഹവുൻ, അത് അനർത്ഥകമായ എഴുത്താണ്. മാലം യത്തലഫദ്, അയാൾ മൊഴിഞ്ഞില്ലെങ്കിൽ. ഹാലൽ കിതാബത്തി, എഴുതുന്ന സമയത്ത് മൊഴിഞ്ഞില്ലെങ്കിൽ. ഔ ബാദ, അല്ലെങ്കിൽ എഴുതിയതിന് ശേഷം മൊഴിഞ്ഞിട്ടില്ലെങ്കിൽ. ബിസ്വരീഹിമാ കതബഹു, അയാൾ എഴുതിയ അകൃത്യമായ വാചകം അയാൾ മൊഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വാക്ക് ഒന്നുമല്ല, വെറും വാക്കാണ്. എഴുതുന്ന സമയത്തോ എഴുതിയതിന് ശേഷമോ അയാൾ ഉച്ചരിക്കണം. ബിസ്വരീഹിമാ കതബഹു, അയാൾ എഴുതിയ വാക്ക് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഞാൻ പക്ഷേ യുഖ്ബൽ ഖൗലുഹു അറത്തു ഖിറാഅത്തൽ മക്തൂബി, അപ്പോൾ ഒരാൾ വായിച്ചതിനെ കുറിച്ച് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയത് വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, തലാഖ് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ? ഞാൻ എഴുതിയതങ്ങ് വായിച്ചു, തലാഖ് നടത്തണം എന്നുദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ? അപ്പോഴും തലാഖ് സംഭവിക്കില്ല. ഞാൻ പക്ഷേ യുഖ്ബൽ ഖൗലുഹു, അയാളുടെ വാക്ക് സ്വീകരിക്കപ്പെടും. എന്താണ് വാക്ക്? അറത്തു ഖിറാഅത്തൽ മക്തൂബി, ആ എഴുതിയത് വായിക്കാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കിതാബിലൊക്കെ ഇപ്പോൾ നമ്മൾ എത്ര തലഖ്തു എന്നൊക്കെ നമ്മൾ വായിച്ചു, അതുകൊണ്ട് തലാഖ് സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങളിപ്പോൾ ഖുൽഇൻ്റെ പാടോതി 1000 രൂപയ്ക്ക് ഞാൻ എൻ്റെ ഭർത്താവിനെ തലാഖ് ചൊല്ലി എന്നൊക്കെ പറഞ്ഞാൽ അത് വായിച്ചതുകൊണ്ട് തലാഖ് സംഭവിക്കുമോ? ല തലാഖ, തലാഖ് ഉദ്ദേശിച്ചിട്ടില്ല, എഴുതിയത് വായിക്കാനേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടും. ലെഹ്തിമാലിഹി, അതിന് സാധ്യത ഉണ്ടായതുകൊണ്ട്. അപ്പോൾ വായിക്കുകയും വേണം, വായിച്ചതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അയാൾ പറയുകയും വേണം എന്നർത്ഥം. എഴുത്ത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്നത് ഇവിടെ പ്രസക്തമല്ല. വലാ യുൽഹിഖുൽ കിതാബത്ത് ബിസ്വരീഹി, കിനായത്തിന് ഈ കിനായത്തിൻ്റെ പദം നിയ്യത്തുണ്ടായാൽ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ കിനായത്ത് സ്വരീഹിനോട് ചേർക്കില്ല, കിനായത്തിൻ്റെ പദത്തെ വ്യക്തമായ പദത്തോട് ചേർക്കുകയില്ല. തൊലബുൽ മർഅത്തി ത്വലാഖ, സ്ത്രീ തലാഖ് ആവശ്യപ്പെട്ടു എന്നത്. സ്ത്രീ എന്നെ തലാഖ് ചൊല്ലിയേക്ക് എന്ന് പറഞ്ഞപ്പോൾ അയാളെന്ത് പറഞ്ഞു? തഖ്തുക്കി എന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ഇത്തക്ക് ചൊല്ലിയെന്ന്. തറക്തുക്കി, ഞാൻ ഉപേക്ഷിച്ചു എന്ന്. അത് കിനായത്തിൻ്റെ പദമാണ്. അത് പറയുമ്പോഴും നെയ്യത്തുണ്ടെങ്കിലും സംഭവിക്കൂ, അവൾ നേരത്തെ ആവശ്യപ്പെട്ടു എന്നുകൊണ്ട് സംഭവിക്കില്ല. വലാ ഖരീനത്തു ഖളബിൻ, ഒരു ദേഷ്യത്തിൻ്റെ അടയാളവും കിനായത്തിനെ സ്വരീഹായ പദമാക്കുന്നില്ല. വലസ്തിഹാറു ബഅദു അൽഫാദിൽ കിനായാത്തി ഫീഹി, ചില കിനായത്തിൻ്റെ പദങ്ങളൊക്കെ തലാഖിൽ പ്രസിദ്ധമാണ് എന്നതും കിനായത്തിൻ്റെ പദത്തെ സ്വരീഹായ പദമാക്കുന്നില്ല. ഓക്കെ, ചില കിനായത്തിൻ്റെ പദങ്ങൾ ഇപ്പം ഉണ്ടാവും, അതൊന്നും തലാഖല്ല. തലാഖിൻ്റെ വ്യക്തമായ പദം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ബാക്കിയുള്ളതൊക്കെ കിനായത്തിൻ്റെ പദമാണ്.
അപ്പോൾ കിനായത്തിൻ്റെ പദം ആകുമ്പോൾ ആ കിനായത്തിൻ്റെ പദത്തോടൊപ്പം നിയ്യത്ത് വേണം. ഇനി എഴുത്താണെങ്കിൽ എഴുതുന്ന നേരത്തോ എഴുതി കഴിഞ്ഞതിന് ശേഷമോ നിയ്യത്ത് വേണം. അപ്പോൾ മാത്രമേ എന്താവും, തല്ലഖ്തു സൗജത്തി എന്നോ അല്ലെങ്കിൽ തറക്തു സൗജത്തി എന്നോ എങ്ങനെ എഴുതിയാലും എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന് ശേഷമോ നിയ്യത്ത് വേണം. ഉച്ചരിക്കണം. പിന്നെ തലാഖ് സംഭവിപ്പിക്കുകയാണ് എന്ന് കരുതുകയും വേണം. ഈ 2 ഷർത്ത് ആവശ്യമാണ്. അപ്പോൾ നിയ്യത്തോടുകൂടി എഴുതിയാൽ എന്ത് ചെയ്യും, സംഭവിക്കും എന്നർത്ഥം. ഇനി നിയ്യത്തോടുകൂടി എഴുതിയിട്ടില്ലെങ്കിൽ അത് സ്വരീഹായ പദമാണെങ്കിൽ ഓക്കെ, അപ്പോഴും സംഭവിക്കും ഉച്ചരിക്കുകയാണെങ്കിൽ. ഇനി നിയ്യത്തുണ്ടായിരുന്നോ ഇല്ലേ എന്നൊരു തർക്കം വന്നാൽ എന്താ ചെയ്യുക? നിയ്യത്തുണ്ടായ തലാഖ് സംഭവിക്കും, നിയ്യത്തില്ലെങ്കിൽ തലാഖ് സംഭവിക്കില്ല. അവിടെ നിഷേധിക്കുന്നവൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക. വസുദ്ദിഖ മുൻകിറു നിയ്യത്തിൻ ഫിൽ കിനായത്തിൽ നിയ്യത്തുണ്ടായിരുന്നില്ലെന്ന് പറയുന്നവൻ്റെ വാദം സ്വീകരിക്കപ്പെടും. ബിയമീനിഹി, അവനെ സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. ഏത് വാദം? ഫി അന്നഹു മാ നവാ ബിഹദ തലാഖൻ, അതുകൊണ്ട് അവൻ തലാഖ് ഉദ്ദേശിച്ചിരുന്നില്ല എന്ന വാദം. ഫൽ ഖൗലു ഫിൻ നിയ്യത്തി ഇസ്ബാത്തൻ വ നഫിയൻ ഖൗലുൻ നാവി. അപ്പം നിയ്യത്തുണ്ടോ ഇല്ലേ, ഇസ്ബാത്ത് ഉണ്ട്, നഫിയൻ ഇല്ല, ഇതിലൊക്കെ സ്വീകരിക്കപ്പെടുക ഖൗലുൻ നാവി, നിയ്യത്ത് ചെയ്തവൻ്റെ വാക്കാണ് ഇത്. കാരണം ലാ തോറഫ്, നിയ്യത്തുണ്ടോ അല്ലേ എന്ന് അറിയില്ലല്ലോ, ഇല്ലാ മിൻഹു, നിയ്യത്ത് ചെയ്തവൻ പറയുമ്പോഴല്ലാതെ. അപ്പം അങ്ങനെ ഒരാൾ സൗജത്തി ഹറാമുൻ അലയ്യ എന്നൊക്കെ പറഞ്ഞു പോയ ഒരാൾ, എൻ്റെ ഭാര്യ എനിക്ക് ഹറാമാണ്, അതിപ്പോൾ കിനായത്തിൻ്റെ പദമാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ മരിച്ചു. അയാൾക്ക് നിയ്യത്ത് ചോദിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാളോട് ഫൈദിലം യത്തമക്കൻ, സൗകര്യപ്പെട്ടില്ലെങ്കിൽ, മുറാജഅത്തു നിയ്യത്തിഹി, നിയ്യത്ത് എന്താണ് എന്ന് ചോദിക്കാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ, ബിമൗത്തിൻ, മരിച്ചിട്ടോ, ഫഖദിൻ, സ്ഥലത്തില്ലാത്തത് കൊണ്ടോ ഒക്കെ അയാളെ തിരോധനം ചെയ്യപ്പെട്ടുണ്ടോ അല്ലേ എന്നറിയില്ല, അതാണ് ഫഖദ്. ലം യഹ്കം ബിബത്തുലി തലാഖി, തലാഖ് സംഭവിച്ചു എന്ന് വിധി എഴുതപ്പെടുകയില്ല. ലിയന്നൽ അസ്ല, കാരണം അസ്ല് ബഖാ നിസ്ബത്തി, വിവാഹ കരാറ് ബാക്കിയാവലാണ് അസ്ല്. ഒരു സംശയത്തിൻ്റെ പേരിലൊന്നും ഉറച്ചൊരു സാധനമാണ് നിക്കാഹ്, അത് ഏതെങ്കിലും സംശയത്തിൻ്റെയോ വസ്വാസിൻ്റെ പേരിലൊന്നും സംഭവിക്കില്ല. ഫുർവൻ ഖാലഫിൽ ഒബാബിൽ പറഞ്ഞു. ഇനി പറയുന്നിടത്തൊക്കെ ഉണ്ടാകുന്ന ചില പിഴവുകളും മറ്റുമൊക്കെയാണ്. ഒരാളുടെ ഭാര്യൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ഫാത്തിമ താലിഖാണ് എന്ന് പറഞ്ഞു. ഭാര്യൻ്റെ പേര് താലിഖാണ്, ഫാത്തിമയാണ്. അയാൾ പറഞ്ഞു ഞാൻ അവളല്ല ഉദ്ദേശിച്ചത്, ഒരു അന്യ പെണ്ണിനാണ്. അത് സ്വീകരിക്കപ്പെടില്ല. മൻ, ഒരു ഭർത്താവ്, ഇസ്മു സൗജത്തിഹി ഫാത്തിമ മസലൻ, ഫഖാല, അയാൾ പറഞ്ഞു ഇബ്തിദാൻ, ആദ്യം പറഞ്ഞു, അല്ലെങ്കിൽ ജവാബല്ലി തൊലബിഹ ത്വലാഖ്, ഫാത്തിമ തലാഖ് ആവശ്യപ്പെട്ടതിന് മറുപടിയായിട്ട് എന്ത് പറഞ്ഞു? ഫാത്തിമത്തു താലിഖ് എന്ന് പറഞ്ഞു. വാറാദ ഗൈറ, എന്നിട്ട് അയാൾ വേറൊരു ഫാത്തിമയാണ്, അയൽപക്കത്തെ ഫാത്തിമയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ലം യുഖ്ബൽ, ആ വാദം സ്വീകാര്യമല്ല. ഇനി ഭാര്യൻ്റെ പേര് മാറി വിളിച്ചിട്ട് തലാഖ് ചൊല്ലിയാലോ? വമൻ, ഒരാൾ, ഖാലൽ ഇംറാത്തിഹി, ഭാര്യയോട് പറഞ്ഞു, യാ സൈനബു അൻതി താലിഖുൻ, സൈനബ് നീ താലിഖാണ്. വസ്മുഹ അമ്ര, അയാളുടെ പേരാണെങ്കിൽ അമ്രയായിരുന്നു, എന്നാൽ തലഖത്ത് അല്ലെങ്കിൽ തലുഖത്ത്, അവൾ തലാഖ് ആവുന്നതാണ്. ലിൽ ഇഷാറത്തി, കാരണം അവിടെ അൻതി എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് ഒരു ചൂണ്ടിക്കാണിക്കലുണ്ടല്ലോ, അൻതി നീ എന്ന് പറയുമ്പോൾ. അങ്ങനെ പറയുമ്പോൾ വലു അഷാറ ഇലാ അജ്നബിയത്തിന്, അന്യപ്പെണ്ണിനെ ചൂണ്ടിയാണ് പറഞ്ഞത് എങ്കിൽ പോലും അവിടെ തലാഖ് സംഭവിക്കും. അല്ല, ഓക്കെ. ഇനി ഭാര്യൻ്റെ പേര് അമ്ര എന്നാണ്, അന്യ പെണ്ണിലേക്ക് ചൂണ്ടിയിട്ട് അമ്ര നീ താലിഖാണ് എന്ന് പറഞ്ഞു. അവിടെയോ?
അടുത്ത മസല, വലു ഖാല, ഒരാൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? വലു അഷാറ ഇല അജ്നബിയത്തിൻ, ഒരു അന്യ സ്ത്രീയെ ചൂണ്ടിക്കൊണ്ട്, വക്കാല, ഒരാൾ പറഞ്ഞു, അംറ എന്ന ഭാര്യയുടെ പേര് പറഞ്ഞുകൊണ്ട് അന്യ പെണ്ണിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, യാ അംറത്തു അന്തി ത്വാലിഖ് എന്ന് പറഞ്ഞു. വസ്മു സൗജത്തി അംറ, ഭാര്യൻ്റെ പേര് അംറ എന്നാണ്, പക്ഷെ ചൂണ്ടിയത് വേറെ പെണ്ണിലേക്കാണ്. അവിടെ ലം തത്തുലുഖ്, അവൾ ത്വാലിഖാകുന്നതല്ല. തലക്ക യത്തുലുഖു എന്നാണ് ഫീല്, കത്തല യഖത്തുലു മാതിരി. ഒരാൾക്ക് 2 ഭാര്യയുണ്ട്. അങ്ങനെ ഒരു ഭാര്യയെ തലാഖ് ചൊല്ലിയാലോ? നോക്കൂ, ഒരാൾ പറഞ്ഞു ഇമ്രാത്തി ത്വാലിഖുൻ, എൻ്റെ ഭാര്യ ത്വാലിഖാണെന്ന് പറഞ്ഞു. മുഷീറൻ ലിഹിദംറഅത്തിഹി, 2 ഭാര്യമാരില്ലെന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഭാര്യ ത്വാലിഖാണെന്ന് പറഞ്ഞു. വാറാദൽ ഉഖ്റ, അയാൾ ഉദ്ദേശിച്ചത് മറ്റേ ആളെ ആണ് എങ്കിൽ ഖുബില, സ്വീകരിക്കപ്പെടും. മറ്റൊരു മസാല, ഒരാൾക്ക് 2 ഭാര്യയുണ്ട്. ഒമൻ ലഹു സൗജത്താൻ, 2 ഭാര്യയുണ്ട്. ഇസ്മു കുല്ലി വാഹിദത്തി മിൻഹുമ ഫാത്തിമ ബിൻത്ത് മുഹമ്മദ്, 2 ആളെയും പേര് ഫാത്തിമ ബിൻത്ത് മുഹമ്മദാണ്. ഫാത്തിമ ബിൻത്ത് മുഹമ്മദ്. പക്ഷേ ഒരാളെ ഫാത്തിമ ബിൻത്ത് സെയ്ദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വരിഫ അഹദുഹുമ ബി സെയ്ദിൻ, ഒരാളെ സെയ്ദിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ്, പക്ഷെ ഒരാളെ സെയ്ദിൻ്റെ മകൾ മുഹമ്മദ് എന്നാണ് അറിയപ്പെടുന്നത്. ജനങ്ങളങ്ങനെ പറയണത്. ഇയാളെന്ത് പറഞ്ഞു? ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് ത്വാലിഖുൻ എന്ന് പറഞ്ഞു. ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് ത്വാലിഖ് എന്ന് പറഞ്ഞു. അയാൾ ഉദ്ദേശിച്ചത് സെയ്ദിൻ്റെ മകളായാണെങ്കിൽ കുബില, സ്വീകരിക്കപ്പെടും. കാരണം ആളുകൾ എന്ത് പറയുന്നു എന്നല്ല പരിഗണന. പല പേരുണ്ടാകാം. അപ്പോൾ വാപ്പിമ്മയും എന്ത് പേര് വെച്ചോ അതാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ 2-ൽ ഒരാൾ സെയ്ദിനെ കൊണ്ട് അറിയപ്പെട്ടു. ഖാല ഷെയ്ഖുന, ഷെയ്ഖുന പറഞ്ഞു, തുഹ്ഫയിലും യുഖ്ബൽ ഫിൽ മസ്അലത്തിൽ ഉല, 1-ാം മസ്അലയിൽ സ്വീകരിക്കപ്പെടുന്നതല്ല. ഏതാ 1-ാം മസ്അല? 2 മസ്അല പറഞ്ഞിട്ടുണ്ട്. 2 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യയെ നോക്കിയിട്ട് ഇവൾ ത്വാലിഖാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ മറ്റേ പെണ്ണിനെയാണ് ഉദ്ദേശിച്ചത്. അവിടെ സ്വീകരിക്കപ്പെടുന്നാണ് പറഞ്ഞത്. ഷെയ്ഖുന പറയുന്നത് സ്വീകരിക്കപ്പെടില്ല എന്നാണ്. ഐ ലാഹിറൻ, പ്രത്യക്ഷത്തിൽ സ്വീകരിക്കപ്പെടില്ല. ബൽ ഇതയ്യനും, പക്ഷേ അയാളെ വിശ്വാസവും പറയുന്ന സമയത്ത് അയാളുടെ വിശ്വാസം എന്താണോ അതിനനുസരിച്ച് അയാൾക്ക് അമൽ ചെയ്യാം. നാം യത്തജിഹു ഖബൂൽ ഇറാത്തിഹി മുതല്ലഖത്തിൽ ലഹു ഇസ്മുഹ ഫാത്തിമ, ഫാത്തിമ എന്ന് പേരുള്ള തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാമെന്നതിന് ന്യായമുണ്ട്. നേരത്തെ ആൾക്ക് ഒരു ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യനെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് അയാൾ പറയുന്നതെങ്കിൽ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വീകരിക്കാം. രണ്ടാമത്തെ അടുത്ത് ഫാത്തിമ ഉണ്ടല്ലോ, തലാഖ് ചൊല്ലപ്പെട്ട ഒരു ഫാത്തിമയുള്ളത്. ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് താരിഖുൻ എന്ന് പറഞ്ഞിടത്ത് അയാൾ പറയാണ് ഞാൻ ഉദ്ദേശിച്ചത് തലാഖ് ചൊല്ലിപ്പെട്ട് ഞാൻ മുമ്പ് തലാഖ് ചൊല്ലിയ പെണ്ണിനാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാവുന്നതാണ്. ഇനി ഭാര്യൻ്റെ പേര് മാറി പറഞ്ഞാലോ? വലൗഖാല, ഒരാൾ പറഞ്ഞു സൗജത്തി ആയിഷ ബിൻത്ത് മുഹമ്മദ് താരിഖ് എന്ന് പറഞ്ഞു. ശരിക്ക് ആയിഷ ആയിരുന്നില്ല. അപ്പോൾ സൗജത്തുഹു ഖദീജ ബിൻത്ത് മുഹമ്മദ് ആയിരുന്നു. ഖദീജനെ പറയേണ്ടടുത്ത് ആയിഷ എന്ന് പറഞ്ഞു. ഉപ്പാൻ്റെ പേര് റെഡിയാണ്. അവിടെ തൊലിഖത്ത്, അവൾ വിവാഹമോചിതയാകും, താലിഖാകും. ലിഅന്നഹുലായ ദുറുൽ ഖത്വ ബിലിസ്മി, പേരിലുള്ള പിഴവ് പ്രശ്നമല്ല. ഇനി ഭാര്യയെ തലാഖ് ചെല്ലാൻ വേണ്ടി മകനെ ഏൽപ്പിച്ചാലോ? വലൗ ഖാല ഇബ്നിഹിൽ മുക്കല്ലഫ്, ബുദ്ധിയും പ്രായപൂർത്തിയുള്ള മകനോട് വാപ്പ പറഞ്ഞു കുൽ, നീ പറയടോ ഈ ഉമ്മിക്ക് അന്നെ ഉമ്മാരോട് അന്തി ത്വാലിഖിൻ എന്ന് പറയുന്നു പറഞ്ഞു.
അവിടെ വക്കാലത്താക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. തലാഖ് വക്കാലത്താക്കാലോ, അങ്ങനെ വക്കാലത്താക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. നീ താലിക്കാണെന്ന് ഉമ്മാനോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. യാത്തമിൽ തൗക്കീല, അതെന്തിന് സാധ്യത ഉണ്ട്? വക്കാലത്താക്കിയതാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഫൈദാ ഖാലഹു ലഹ തലഖത്ത്, അപ്പം ഇനി മകൻ പോയിട്ട് ഉമ്മാനോട് അന്തി താലിഖുൻ എന്ന് പറഞ്ഞാൽ താലിഖാകും. കമാ തത്ലുഖ് ബിഹീലു വറാദ തൗക്കീല, വക്കാലത്താക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മകൻ പറഞ്ഞാൽ താലിഖാകുന്നത് പോലെ വക്കാലത്താക്കാൻ ഉദ്ദേശിക്കാതെ മകനോട് പറഞ്ഞു, മകൻ തലാഖ് ചൊല്ലിയാലും തലാഖ് സംഭവിക്കും. വയഹ്തമിലു അന്നഹ തത്ലുഖു, ഈ വാപ്പ മകനോട് പറയുന്ന സമയത്ത് താലിഖാകാനും സാധ്യതയുണ്ട്. മകൻ ചൊല്ലിയാൽ താലിഖാകും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നീ താലിഖാണ് എന്ന് ഉമ്മയോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്നത് തലാഖിൻ്റെ വാചകമാകാം. കൗനുലിബിരി മുഖ്ബിർ അല്ലഹ ബിൽ ഹാലി, മകൻ എന്ത് ചെയ്യാണ്? ഉമ്മാനോട് ഉപ്പ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന വാർത്ത അറിയിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തിലുമാകാം. ഈ രണ്ടിനുമാകാം. ഉമ്മാനോട് നീ പറഞ്ഞേക്ക്, നീ താലിഖാണ് എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടിനും സാധ്യതയുണ്ട്. ഞാനിപ്പോൾ തലാഖ് ചെല്ലുകയാണ്, ആ വിവരം പറഞ്ഞേക്ക് എന്നാകാം. അല്ലെങ്കിൽ നീ തലാഖ് ചെല്ലിക്കോ എന്നെ ഏൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിനുമാകാം. രണ്ട് രീതിയിലും എന്തു ചെയ്യും? മകൻ ചൊല്ലിയാൽ തലാഖ് സംഭവിക്കും എന്ന്. ഖാലൽ അസ്നവിയും, ഇമാം അസ്നവി പറഞ്ഞു, ഓ മദറക്കു തറദ്ദുദി, ഈ രണ്ടിനുമാകാനുള്ള കാരണം തറദ്ദുദാണത്. രണ്ടിനും ആവാം. മകൻ ഏൽപ്പിക്കപ്പെട്ടവനാകാം, അല്ലെങ്കിൽ തലാഖ് ചൊല്ലി എന്ന വാർത്ത മകനോട് പറയാൻ പറയുന്നതാകാം. ഇത് തലാഖിൻ്റെ വാചകമാകാം. രണ്ടും തറദ്ദുദ്, ഇതിങ്ങനെ ഇടയിലാകാൻ ഉള്ളതിൻ്റെ കാരണം അന്നൽ അംറ ബിൽ അംരി ബിശൈഇൻ ജഅൽനാഹു കസുദൂരിൽ അംരി മിനൽ ബലി കാനൽ അംറു ബിൽ ഇഖ്ബാരി മൻസിലത്തിൽ ഇഖ്ബാരി മിനൽ ലബി ഫയഖഉ വഇല്ലാ ഫല. ഇതൊരു ഉസൂൽ ഫിഖ്ഹിലെ ചർച്ചയാണ്. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മനിദാനശാസ്ത്രം, ഉസൂല്. ഞാൻ ഒരാളോടൊരു കാര്യം കൽപ്പിച്ചാൽ നീ അവനോട് ഇപ്പോൾ വാപ്പ, നിങ്ങളിപ്പോൾ ഉപ്പിമ്മയൊക്കെയാണല്ലോ, ഒരാളോട് പറഞ്ഞു, മകനോട് പറയാണ്. നിങ്ങൾ മകനോട് പറയാൻ വേണ്ടി ഒരാളോട് ഏൽപ്പിക്കുകയാണ്. അവനോട് അങ്ങാടിയിലേക്ക് പോകാൻ പറയുന്നു. ഈ പറയുന്നത് നിങ്ങൾ നേരെ മകനോട് കൽപ്പിക്കുകയാണോ, അല്ല അയാൾ കൽപ്പിക്കുകയാണോ? നിങ്ങൾ ഏൽപ്പിച്ച ആളാണോ? ആരെ കൽപ്പന വ്യത്യാസമുണ്ടല്ലോ. നിങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ വഴിപ്പെടൽ നിർബന്ധമാകും. നിങ്ങൾ ഏൽപ്പിച്ച ആൾ കൽപ്പിക്കുമ്പോൾ അതിന് അത്ര പവർ ഉണ്ടാവില്ല. ഈ ഒരു തർക്കമുണ്ട്. അന്നൽ അംറ ബിൽ അംരി ബിശൈ, ഒരു കാര്യം കൽപ്പിക്കാനുള്ള കൽപ്പന. ഇൻ ജഅൽനാഹു, നാം അതിനാക്കുകയാണെങ്കിൽ സുദൂരിൽ അംരി മിനൽ ലബി, ആദ്യത്തെ ആളിൽ നിന്നുള്ള കൽപ്പന പോലെ ആക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, അബ്ദുൽ ലത്തീഫ്, നിങ്ങൾ എന്ത് ചെയ്യണം? അവനോട് ഇങ്ങോട്ട് വരാൻ പറയണം. ഈ പറയുന്ന അബ്ദുൽ ലത്തീഫാണോ കൽപ്പിക്കുന്നത്, ഞാനാണോ കൽപ്പിക്കുന്നത്? ഞാൻ കൽപ്പിക്കുന്നതാണെങ്കിൽ അപ്പം പിന്നെ വാപ്പ ഈ മകനോട് പറയണം, ഉമ്മാനോട് നീ താലിഖാണ് എന്ന് ഉമ്മാനോട് പറയുമെന്ന് പറഞ്ഞാൽ കാനൽ അംറു ബിൽ ഇഖ്ബാരി മൻസിലത്തിൽ ഇഖ്ബാരി മിനൽ ലബി, പിതാവ് തലാഖ് ചൊല്ലി ആ വിവരം പറയൂ എന്നതാവും കൽപ്പന. പിതാവ് എന്നുള്ള ഇഖ്ബാറിൻ്റെ സ്ഥാനത്താണ്. കാനൽ അംറു ബിൽ ഇഖ്ബാർ. അന്തി താലിഖുൻ എന്ന വാക്ക് പറയൽ കൊണ്ടുള്ള കൽപ്പനയാകും. അപ്പം മകനോട് പറയലാകും ഈ മൻസിലത്തിൽ ഇഖ്ബാരി മിനൽ ലബി, വാപ്പ പറയുന്നതിൻ്റെ സ്ഥാനത്താകും. ഫയഖൗ, അപ്പോൾ തലാഖ് സംഭവിക്കും. അപ്പോൾ വാപ്പ തന്നെ പറഞ്ഞ മാതിരിയാവും അന്തി താലിഖുൻ എന്നുള്ളത്. വൈല്ല, അങ്ങനെ അല്ലെങ്കിൽ വാപ്പ പറയുന്ന സ്ഥാനത്തല്ല എങ്കിൽ ഫല, അന്തി താലിഖുൻ എന്ന് പറയൂ എന്ന് മകനോട് കൽപ്പിക്കൽ കൊണ്ട് തലാഖ് സംഭവിക്കൂല. മകൻ പറഞ്ഞാൽ എന്നേ ഉള്ളൂ. അപ്പോൾ തലാഖ് സംഭവിക്കൂല എന്ന് ചുരുക്കം. ഖാല ഷെയ്ഖ് സക്കരിയ പറഞ്ഞു, യംബഗി യുസ്തഫ്സറ, ഈ പിതാവിനോട് വിശദീകരണം ചോദിക്കണം. ഫൈൻദാദർ ഇസ്തിഫ്സാർ, വിശദീകരണം ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമില ബിൽ ഇഹ്തിമാലിൽ ലബലി, ആദ്യ സാധ്യത കൊണ്ട് പ്രവർത്തിക്കണം, വക്കാലത്താക്കിയതാണ് എന്ന്. ഹത്താലായ ഖൗ തലാഖു ബി ഖൗലി, പിതാവ് പറഞ്ഞുകൊണ്ട് തലാഖ് സംഭവിക്കൂല. ബൽ ബി ഖൗലി ലിബിനിൽ ഉമ്മിഹി, മകൻ ഉമ്മയോട് പറയുമ്പോഴേ തലാഖ് സംഭവിക്കുള്ളൂ.
എന്താണ് ആകെ കാരണം? എന്ന ത്വലാഖലായ കോബിഷക്ക്, ത്വലാഖ് സംശയം കൊണ്ട് സംഭവിക്കൂല എന്നതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ വാപ്പ തന്നെ അന്തി താലിഖൻ എന്ന് പറയണോ അല്ല മകനോട് പറയാൻ വേണ്ടി പറയണോ എന്നതാണ് വിഷയം. ഞാൻ അന്തി താലിഖൻ എന്ന് പറഞ്ഞേക്ക് എന്ന് പറയാണോ അല്ല മകനോട് അന്തി താലിഖൻ എന്ന് പറയാണോ? ഈ ഒരു സംശയം ഉണ്ടായതുകൊണ്ട് വിശദീകരണം ചോദിക്കണം. യുസ്തഫ്സർ എന്നാണ് വിശദീകരണം ചോദിക്കപ്പെടുക. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അല്ലാഹുമ്മർസുഖ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.